கொடுத்த வரம் கிடைக்கவில்லை எனக்கு, கடவுளே கிடைத்தார் வரமாக. ഏ അപ്പ. അച്ഛൻ ദൈവമാണ് എന്ന് പറയുന്ന ഈ വരികൾ, തമിഴ് വരികൾ ഞാൻ എവിടെയോ വായിച്ചതാണ്. അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നതും തമിഴ് മണ്ണിലാണ്. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അച്ഛൻ അവിടെ ഒരു ചെട്ടി കമ്പനിയിലായിരുന്നു ജോലി. ജമന്തിയുടെയും ഭസ്മത്തിൻ്റെയും പൊടിമണ്ണിൻ്റെയും ഒക്കെ മണമുള്ള വൈകുന്നേരങ്ങളിൽ അച്ഛൻ്റെ മോട്ടോർ ബൈക്കിന് കാതോർത്ത്, അച്ഛൻ്റെ മോട്ടോർ ബൈക്കിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് ഓഫീസിൽ നിന്ന് വരുന്നതും കാത്ത് ഞാനും ചേട്ടനും ഞങ്ങളുടെ കുഞ്ഞു വീടിൻ്റെ ഗേറ്റിന് മുകളിൽ പിടിച്ചു കയറി റോട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് തുള്ളിച്ചാടും. അതിനുശേഷം ചേട്ടൻ്റെ പഠനം സൈനിക് സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ, തിരുവനന്തപുരത്തെ സൈനിക് സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളെല്ലാവരും നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. ചേട്ടനെ കാണാനുള്ള സന്തോഷത്തിലാണ് പോകുന്നതെങ്കിലും തിരിച്ചു വരുമ്പോൾ ചേട്ടനില്ല എന്നുള്ളത് എൻ്റെ കണ്ണ് നനയിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എനിക്ക് പാട്ടുപാടി തരുമായിരുന്നു. കടലിനക്കരെ പോണോരേ, കാണാപ്പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. ചിലപ്പോൾ തമിഴ് പാട്ടായിരിക്കും. എൻ്റെ കരച്ചിൽ മാറ്റി എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അച്ഛൻ അത് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി അച്ഛൻ ഒരുപാട് കരച്ചിലുകൾ ഉള്ളിൽ ഒതുക്കിയിരുന്നു എന്നുള്ളത് അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചും സ്വന്തം ആഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ പലതും വേണ്ടെന്ന് വെച്ചിട്ടാണ് അച്ഛൻ ഞങ്ങളുടെ പല ആവശ്യങ്ങളും നടത്തി തന്നിരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ കമ്പനി അനുവദിച്ച പണം അത് ഞങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റി വെച്ചിട്ട് അച്ഛൻ നടന്നുപോയി. അച്ഛൻ്റെ വേർപ്പ് തുള്ളികൾ കൊണ്ട് കോർത്തതാണ് എൻ്റെ ചിലങ്ക എന്ന് പോലും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അച്ഛൻ്റെ അന്നത്തെ അവസ്ഥയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജോലി സംബന്ധമായിട്ട് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ആദ്യം ഞാൻ കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള സാധനങ്ങളുടെ വലിയൊരു ലിസ്റ്റ് അച്ഛന് കൊടുക്കും. അതിലേക്ക് നോക്കുമ്പോൾ എന്തിനായിരുന്നു അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചിരുന്നത് എന്നെനിക്കിപ്പം മനസ്സിലാവുന്നു. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു പാവയുണ്ടാവും, എന്തെങ്കിലും ചെറിയൊരു കളിപ്പാട്ടം ഉണ്ടാവും. പക്ഷെ ആ ഒരു ചെറിയൊരു സമ്മാനത്തിന് വേണ്ടി അച്ഛൻ എത്രമാത്രം വേദനിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കുറേ കാലം വേണ്ടി വന്നു. അതിനുശേഷം മുതിർന്നപ്പോൾ, വലുതായി കഴിഞ്ഞപ്പോൾ ജീവിതത്തെ എങ്ങനെ നേരിടണം എന്ന് ഞാൻ പഠിച്ചതും അച്ഛൻ്റെ അടുത്തു നിന്നാണ്. ജീവിതത്തിലെ പല തീരുമാനങ്ങളും സ്വന്തമായി ഞാൻ എടുത്തപ്പോഴും അച്ഛൻ കുറ്റം പറഞ്ഞില്ല. അച്ഛൻ ഒപ്പം നിന്നതേ ഉള്ളൂ. ഒപ്പം അച്ഛനുണ്ട് എന്ന വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിൻബലം. പക്ഷേ ഞങ്ങൾക്ക് സഹ്യപർവ്വതം പോലെ ഞങ്ങൾക്ക് കാവൽ നിന്ന ഒരു മരം പോലെ തണലിലേക്ക് ഞങ്ങളെ വലിച്ച് അടുപ്പിച്ച് ചേർത്ത് നിർത്തിയിരുന്ന അച്ഛൻ തളർന്നു പോകുന്നത് ഞാൻ കണ്ടു. അത് ഈ അടുത്ത കാലത്ത് അച്ഛന് ക്യാൻസർ പിടിപെട്ടപ്പോഴായിരുന്നു. പക്ഷെ അപ്പോൾ അച്ഛൻ ഞങ്ങളെ ചേർത്ത് പിടിച്ച പോലെ ഞങ്ങളെല്ലാവരും അച്ഛനെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും ആ ഒരു കരുതലിൻ്റെയും ഒന്നും പലിശ പോലും ആവില്ല എന്ന് അറിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അച്ഛൻ പഴയ അച്ഛനായി, അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നു. പർവ്വതങ്ങൾക്ക് എങ്ങനെയാണ് തലകുനിക്കാനാവുക അല്ലേ? അമ്മ കടലാണെങ്കിൽ അച്ഛൻ വലിയൊരു കരയാണ്. അതുകൊണ്ട് തമിഴിൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അപ്പാ, നീങ്ക എനിക്ക് കടവുള്ള.